ഏതുതരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരിടം, ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്. ഉത്തരേന്ത്യയിൽ പ്രചരിക്കുന്ന ഒരു വ്യാജ വാർത്ത കണ്ടിട്ട് ആ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചവരെ ഒന്ന് നേരിൽ കണ്ടിട്ട് ഒരടി കൊടുത്ത് ഇന്ത്യൻ നിയമവ്യവസ്ഥ പറയുന്ന 324 എന്ന് പറയുന്ന വകുപ്പിൽ പ്രതിയാകണമെന്ന് മാധ്യമ പ്രവർത്തകനായ ഞാൻ ആഗ്രഹിച്ചു പോയി. കാരണം അത് തടഞ്ഞേ മതിയാകും. ഇല്ലെങ്കിൽ ഈ രാജ്യം പോകുന്നത് വലിയ അപകടത്തിലേക്കായിരിക്കും. വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് ഹിന്ദുവിനെയും മുസ്ലിമിനെയും രണ്ടായി വിഭജിക്കാനുള്ള സംഘപരിവാറിന്റെ ശ്രമങ്ങളുടെ ഭാഗമായി ഉത്തരേന്ത്യയിൽ നടക്കുന്ന വ്യാജ പ്രചരണം കണ്ട് ഞെട്ടിപ്പോയി എന്ന് പറയുമ്പോൾ കണ്ണ് തള്ളിപ്പോയി എന്ന് പറയുന്നതിൽ പോലും തെറ്റില്ല എന്നത് തന്നെയാണ് അതിൻ്റെ വസ്തുത. നെഞ്ചകമൊന്ന് വിറച്ചുപോയി. ഈ നാട്ടിൽ സംഭവിച്ച ഒരു കാര്യത്തെ ഉത്തരേന്ത്യയിൽ സംഘികൾ പ്രചരിപ്പിക്കുന്നത് മതത്തിന്റെ പേരിൽ തന്നെയാണ് എന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത രീതിയിൽ വിഷമമുണ്ടായിപ്പോയി. പറഞ്ഞു വരുന്നത്, എവിടെയെങ്കിലും ഒരു ഹൈന്ദവൻ കാറിടിച്ച് മരിച്ചു കഴിഞ്ഞാൽ ആ യാഥാർത്ഥ്യം അവിടെയുള്ള ആളുകൾക്ക് അറിയുന്നതിന് മുൻപ് തന്നെ ആ ചിത്രങ്ങൾ സംഘപരിവാറിന്റെ കീഴിലുള്ള IT സെല്ലിന് ലഭിച്ചു കഴിഞ്ഞാൽ അത് മുസ്ലിം കൊന്നു എന്ന് വരുത്തി തീർക്കാൻ അവർ ഒരു മടിയും കാണിക്കുകയില്ല. അത്തരത്തിലുള്ള പ്രചരണം അഴിച്ചുവിട്ട് സോഷ്യൽ മീഡിയയിലൂടെ മുസ്ലിങ്ങളെ ക്രൂരന്മാരായി ചിത്രീകരിക്കാൻ അവർ തയ്യാറാകുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ്, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി തന്നെയാണ്. തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഹിന്ദുത്വ രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി തന്നെയാണ്. പറഞ്ഞു വരുന്നത് കേരളത്തിൽ നടന്ന ഒരു സംഭവ വികാസത്തെ കുറിച്ച് തന്നെയാണ്. കേരളത്തിൽ ഒരു പിടിയാന ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞ ഒരു പൈനാപ്പിൾ കഴിച്ചതിനെ തുടർന്ന് ഒരു പിടിയാന കൊല്ലപ്പെട്ട രീതി കണ്ടിട്ട് മലയാളികൾ ഞെട്ടി വിറച്ചുപോയി. ആ പിടിയാനയുടെ അവസാന രംഗം കണ്ട് ഓരോ മലയാളിയും ഓരോ മതേതരത്വ വിശ്വാസിയും പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ടാകും. അത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ട് ആ മരണം, ആ കൊലപാതകം ഓരോ മനുഷ്യനെയും. അത് ചെയ്തത് ആരാണ് എന്ന് മലയാളികൾ തേടിപ്പിടിക്കാൻ തന്നെ തയ്യാറായി മുന്നോട്ട് വന്നു. ആ ക്രൂരതക്ക് മാപ്പില്ല എന്ന് തന്നെ ഓരോ മലയാളിയും വിളിച്ചു പറഞ്ഞു. ദേശീയ തലത്തിലടക്കം അതിനെ വർഗീയവൽക്കരിക്കുന്ന സമയത്ത് പോലും മലയാളികൾ പറഞ്ഞത് അതാരാണ് ചെയ്തത് അവനെ വെറുതെ വിടരുത് എന്നുള്ളതാണ്. ആ കേസിൽ ഇന്ന് കേരള പോലീസ് വിൽസൺ എന്ന് പറയുന്ന ഒരു കർഷകനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നാണ് കേരളത്തിൽ യഥാർത്ഥത്തിൽ അറസ്റ്റ് നടന്നതെങ്കിൽ പോലും ഉത്തരേന്ത്യയിൽ അറസ്റ്റ് ചെയ്ത് പ്രതികളെ പൊക്കിയെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യാജ പ്രചരണം സംഘികൾ അഴിച്ചു വിട്ടിട്ടുള്ളത്. പ്രതികൾ മുസ്ലിങ്ങളാണ്. ഒരാള് അംസത്ത് അലിയും മറ്റൊരാള് തമീം ഷെയ്ഖുമാണ്. ഈ രണ്ട് മുസ്ലിം യുവാക്കളാണ് പോലും ഈ പിടിയാനയെ കൊന്നത്. പിടിയാനയെ കൊല്ലാനുള്ള കാരണം ഗണപതി ഒരു ആനയായതുകൊണ്ട് തന്നെ ആ രൂപത്തെ കണ്ടതുകൊണ്ട് അവർക്ക് കൊല്ലണമെന്ന് തോന്നിയത് കൊണ്ടാണ് പോലും ഈ രണ്ട് മുസ്ലിം യുവാക്കൾ പൈനാപ്പിളിനകത്ത് സ്ഫോടക വസ്തുക്കൾ വെച്ച് ആ പിടിയാനയെ കൊന്നത് എന്നാണ് ഇവർ വരുത്തി തീർക്കുന്നത്. ഇത് പ്രചരിപ്പിക്കുന്ന ആളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. അതായത് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുള്ളത്. സംഘി നേതാക്കൾ ഇതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ഇതാണ് ശരിയെന്ന് വരുത്തി തീർക്കാൻ പാടുപെടുന്നുണ്ട്. സംഘപരിവാർ കേന്ദ്രങ്ങളുടെ മുന്നേറ്റത്തിനായി പ്രവർത്തിക്കുന്ന IT സെല്ലുകൾ ഇതിനെ പല രീതിയിൽ വ്യാഖ്യാനിച്ച് പ്രചരിപ്പിക്കുന്നുണ്ട്. വ്യാജ പ്രചരണം തന്നെയാണ്. അതിലൊക്കെ മുസ്ലിങ്ങൾ തന്നെയാണ് കുറ്റക്കാർ. ഈ രണ്ട് മുസ്ലിം യുവാക്കളെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ പ്രചരണം അഴിച്ചുവിടുന്ന IT സെല്ലിൻ്റെയും സംഘികളുടെയും ലക്ഷ്യം മുസ്ലിങ്ങളെ ക്രൂരന്മാരായി ചിത്രീകരിക്കുക, മുസ്ലിങ്ങൾ ഹൈന്ദവരുടെ ദൈവങ്ങളെ ഇല്ലാതാക്കുന്നു എന്ന് വരുത്തി തീർക്കുക, ഇതിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്തെടുക്കുക. ഇത് തന്നെയാണ് ഉത്തരേന്ത്യയിൽ നടക്കുന്നുള്ളത്. ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ഏറ്റുപിടിക്കുന്ന വിശ്വാസികളായിട്ടുള്ള ഹൈന്ദവർക്കിടയിൽ മുസ്ലിങ്ങളോടുള്ള വെറുപ്പ് ഉണ്ടാക്കി തീർക്കുക. ഇതിലൂടെ സംഘപരിവാർ വർഗീയ അജണ്ട പുറത്തെടുക്കും, വർഗീയ കലാപത്തിന് മുന്നോട്ട് വരും. ഈ വർഗീയ കലാപത്തിന് മുന്നോട്ട് വരുമ്പോൾ ഹിന്ദുവിൻ്റെ ദൈവത്തെ അവർ അപമാനിച്ചു, അവർ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഏതൊരു ഹിന്ദുവും തെറ്റിദ്ധരിക്കപ്പെട്ട് അവരുടെ കൂട്ടത്തിൽ കൂടും. ഇത് തന്നെയാണ് ഈ രാജ്യത്ത് നടക്കുന്ന വർഗീയ കലാപങ്ങളുടെ അടിസ്ഥാനം. അതായത് വ്യാജ പ്രചരണങ്ങൾ എന്ന് തന്നെയാണ് ചുരുക്കം. കേരളത്തിൽ നടന്ന ഈ കേസിൽ ഇന്നാണ് അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. അതായത് 5-ാം തീയതിയായ ഇന്ന്
ഇന്നലെയോ മിനിഞ്ഞാന്നോ ഈ വിഷയത്തിൽ അറസ്റ്റേ ഉണ്ടായിട്ടില്ല. പക്ഷേ ഉത്തരേന്ത്യയിലെ പ്രചരണങ്ങളിൽ അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം ചെറുപ്പക്കാരാണ് എന്ന് പറഞ്ഞ് സംഘികൾ പ്രചരിപ്പിക്കുന്നത് ഇനിയെങ്കിലും കണ്ടില്ല എന്ന് നടിക്കരുത്. നല്ലവരായ മതേതരത്വ വിശ്വാസികളെ, തുറന്നടിച്ച ഒരു പോരാട്ടത്തിന് തന്നെ സോഷ്യൽ മീഡിയയിൽ തയ്യാറാകണം. ഇത്തരം വ്യാജ പ്രചരണങ്ങളെ പൊളിച്ചടുക്കിക്കൊണ്ട് മുന്നോട്ട് വരാനെങ്കിലും നമ്മൾ തയ്യാറായില്ല എങ്കിൽ ഈ രാജ്യത്ത് വീണ്ടും വർഗീയ കലാപങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. അവര് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ അവര് നോക്കിക്കോളും. ടെൻഷൻ ഫ്രീ കല്യാണത്തിന് ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്. വിവാഹം, പ്രൊഡക്റ്റ് ലോഞ്ച്, ബർത്ത്ഡേ പാർട്ടി, കോളേജ് ഇവന്റ്സ് തുടങ്ങി ഏതുതരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരിടം. ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്.